ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ പുറത്തൊക്കെ പോയി വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു തേങ്ങയൊക്കെ പൊളിച്ചിടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പൊളിക്കാനായിട്ട് തുടങ്ങി. 1-2 പൊളിച്ചു. ഈ ഒരു തേങ്ങ എന്നോട് ഒട്ടും സഹകരിക്കുന്നില്ല. എൻ്റെ ഞരമ്പൊക്കെ പുറത്തേക്ക് വന്ന് തുടങ്ങി. ഞാൻ നൈസായിട്ട് ആ തേങ്ങ അങ്ങോട്ട് മാറ്റിയിട്ട് എന്നെ കൂടെ നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എന്ത് കാര്യത്തിനും എപ്പോഴും എൻ്റെ കൂടെ എന്നെ സഹായിക്കാൻ എൻ്റെ അസാന ചെക്കൻ ഉണ്ടാവട്ടാ. ഇന്നും തേങ്ങ പറക്കാനും ചകിരി കൊണ്ടിടാനും ഒക്കെ എൻ്റെ അസാനം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നുട്ടാ. ഇടയിലാണ് ഈ പൊങ്ങുള്ള തേങ്ങ കിട്ടിയത്. പിന്നെ അത് തിന്നാനുള്ള ആക്രാന്തായിരുന്നു. പിന്നെ അത് പൊളിച്ചെടുത്തിട്ട് ഞാനും തിന്നു, അസാനും തിന്നു. അസാനും അത് ഇഷ്ടമായില്ല. അപ്പൊ തന്നെ അത് അവൻ എടുത്ത് ഉരുക്കിട്ടു കേട്ടോ. 5-6 തേങ്ങ പൊളിച്ചപ്പോഴേക്കും എനിക്ക് മതിയായിട്ടോ. പിന്നെ അമ്മയായി പൊളിക്കല്. അതൊക്കെ കഴിഞ്ഞിട്ട് അസാനെ കൊണ്ട് മുടി വെട്ടിക്കാനുള്ള പോക്കാണ്ടെ പോണത്. എപ്പോ പോയാലും അവൻ കരയുന്നുള്ള കാര്യം ഷുവറാണ്. ഇപ്പോഴും കാത്തിരിക്കാട്ടാ. വേറൊരു പയ്യൻ അവിടെ മുടി വെട്ടിക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് അസാനെ കയറ്റിയിരുത്തിട്ടാ. അവനക്ക് വേദനയായിട്ടൊന്നും കരഞ്ഞല്ലേട്ടാ. പിന്നെ എന്താണാവോ അവനക്ക് അതിങ്ങനെ കാണുമ്പോൾ കരഞ്ഞില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. കുറച്ചേരം ഫോണിലും മങ്കിക്കാട്ടനൊക്കെ വെച്ച് കൊടുത്തിട്ട് അസാനെ സോപ്പ് ഇട്ടിരുത്തിട്ടാ. അവനാണെങ്കിൽ ബാക്കിൽ ഒരു ഉണ്ണി മുടി വെട്ടാനായിട്ട് കാത്തിരിക്കുന്നുണ്ട്. അവനെ എത്തി നോക്കുമായിരുന്നു. അവൻ അവിടെ ഇരിക്കുന്നുണ്ട്, കരയാൻ റെഡി ആയിട്ടാ. അങ്ങനെ മുടിയൊക്കെ വെട്ടി സുന്ദരനായിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ.